മഹാരാഷ്ട്ര ഒരു BJP സുനാമി തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജാർഖണ്ഡിൽ കോൺഗ്രസ് വിജയം നേടിയെങ്കിലും മഹാരാഷ്ട്രയിൽ BJP വലിയ വിജയം, ഒറ്റകക്ഷിയായി ഭരിക്കാനുള്ള ഒരു വിജയമാണ് NDA നേടിയിരിക്കുന്നത്. എന്താണ് മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് മുംബൈ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന ആ സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. മഹായുതി സഖ്യം വീണ്ടും ഭരണ തുടർച്ച നേടിയിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJPക്ക് വലിയ മേൽക്കൈ കിട്ടുന്നു. നമുക്കറിയാം പണ്ട് കാലം മുതൽ തന്നെ ഈ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ എക്കാലവും ശിവസേനയുടെ ഒരു കുത്തക മേഖലയായിരുന്നു. പിന്നീട് ഈ ശിവസേന പിളർന്നു. അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം, കോൺഗ്രസ്, അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ NCP, ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് മഹാവികാസ് അഘാഡി എന്ന് പറഞ്ഞിട്ടൊരു സഖ്യം രൂപീകരിക്കുകയും അവർ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ശരത് പവാറിന് ഏതാണ്ട് പ്രായാധിക്യമായി കഴിഞ്ഞു. NCPയുടെ ഭരണ ചുമതല, NCPയുടെ നേതൃത്വം അടുത്ത തലമുറയിലേക്ക് മാറേണ്ട ഒരു ഘട്ടമെത്തി. അപ്പം ഒരു കാലത്ത് കോൺഗ്രസ്സിലെ അതിമാനുഷികനായ അല്ലെ അതികായനായെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ശരത് പവാറിന് തൻ്റെ നേട്ടങ്ങളൊക്കെ ആവർത്തിക്കാൻ ഇവിടെ കഴിയുന്നില്ല, പരാജയപ്പെടുന്നു. കോൺഗ്രസ് തകർന്നടിയുന്നു. ഒപ്പം ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ബാൽ താക്കറെയുടെ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന ശിവസേന വിഭാഗത്തിന് വലിയ തിരിച്ചടി കിട്ടുന്നു. അപ്പോൾ BJP ഇവിടെ ആകെയുള്ള 288 സീറ്റുകളിൽ ഏതാണ്ട് 148 സീറ്റുകളിലോ മറ്റോ മത്സരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 120 സീറ്റിലധികം ഇപ്പോൾ വിജയം നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു വിജയം BJP നേടുക എന്ന് പറയുന്നത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പറയുന്ന മുംബൈ എന്ന് പറയുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ വികാസത്തിന് വഴിതെളിക്കും. അപ്പോൾ കേരളത്തിൽ 2-3 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ BJP കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുമ്പോഴോ മഹാരാഷ്ട്രയിൽ BJP നേടിയ വലിയൊരു നേട്ടം അത് നരേന്ദ്രമോദിയുടെ പിന്തുടർച്ചയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ ഗുണമാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വഖഫ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ചർച്ചാ വിഷയമായിരുന്നു. എന്നിട്ടും BJPക്ക് എങ്ങനെ ഇത്രയും മുൻതൂക്കം നേടാൻ കഴിഞ്ഞു? അപ്പോൾ നേരത്തെ BJP എപ്പോഴും കൂടെയുള്ള ഒരു സഖ്യകക്ഷിയുടെ പിന്തുണയിൽ അല്ലെ അവരുമായി ചേർന്ന് ഭരണം നടത്തുന്നു. എന്നിട്ട് ആ സഖ്യകക്ഷിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പം ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി, ശിവസേനയുടെ നേതാവാണ്. പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ സീറ്റുകളും അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ മെമ്പേഴ്സും ഒക്കെ ഉള്ളത് ആർക്കായിരുന്നു? BJPക്കായിരുന്നു. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഫട്നാവിസ് അവിടെ നിന്ന് മാറി പിന്നീട് ഈ ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ യഥാർത്ഥ BJP നേതാക്കൾക്ക് മാത്രമേ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി, സ്ഥാനമോഹത്തിന് വേണ്ടി കടിപിടിയൊന്നും കൂടാതെ ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയും. അപ്പോൾ ഇത്തവണ നേടിയ വിജയം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഫട്നാവിസിൻ്റെ വിജയമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ശിവസേനയുടെ കാലങ്ങളായുള്ള ആധിപത്യത്തിന് ഏതാണ്ട് അന്ത്യം കുറിച്ചുകൊണ്ട് BJP ഒരു പുതിയ മുന്നേറ്റം തന്നെ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇനി ജാർഖണ്ഡിലേക്ക് പോയാലോ, അവിടെ ജാർഖണ്ഡിൽ ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിന് വലിയ നേട്ടമുണ്ടായി. കാരണം അവർ അവിടെ ഭരണത്തിൻ്റെ ഒരു എല്ലാ ഗുണങ്ങളും അല്ലെ ജനങ്ങൾക്കെല്ലാം നൽകിയ വാഗ്ദാനങ്ങളും പാലിച്ചു എന്നാണ് ജനങ്ങൾ നൽകിയ പിന്തുണയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ BJPക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന ഈ വലിഞ്ഞ് കയറി വന്നു എന്നൊക്കെ ആരോപണം ഉന്നയിച്ച ആൾക്കാരുണ്ട്, അതായത് നുഴഞ്ഞുകയറ്റക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ അടക്കം പുറത്താക്കും എന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് വളരെ അനുകൂലമായി മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജാർഖണ്ഡിൽ ആ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു നേട്ടമുണ്ടായത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം മഹാരാഷ്ട്രയിലെ ഈ BJPയുടെ തിളക്കം തന്നെയാണ്. അപ്പോൾ മഹാരാഷ്ട്ര ഒന്നാകെ കാവി പുതച്ചു എന്നല്ലേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. തീർച്ചയായിട്ടും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏകദേശം 285 സീറ്റ് BJP നേടി, NDA സഖ്യം നേടി എന്ന് പറഞ്ഞാൽ അത് മൊത്തമുള്ള 288 സീറ്റിൽ ഏതാണ്ട് പകുതിയിലധികം നേടിക്കൊണ്ടാണ് അവര് മുന്നോട്ട് പോകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡിൽ ഒരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും മഹാരാഷ്ട്ര, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് നഗരമായ മഹാരാഷ്ട്ര പിടിച്ചെടുക്കുന്നവരാണ് പിന്നീട് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ഒരു രീതി പണ്ടേ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ മഹാരാഷ്ട്ര BJPക്കൊപ്പം ആണെങ്കിൽ ഇനിയൊരു തവണ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന തലത്തിലേക്കോ BJP വരാനുള്ള സാധ്യതയല്ലേ നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലുള്ള ഭരണത്തിൻ്റെ മുന്നിൽ ഈ മുംബൈ നഗരം ഒരുപാട് വളർന്നു. നമ്മൾ മുംബൈ പണ്ട് ബോംബെ എന്നായിരുന്നു പറയുന്നത്. ബോംബെ എന്ന് പറഞ്ഞാൽ ചേരികളുടെ നഗരമായിരുന്നു. ഈ ചേരികളൊക്കെ മാറി അതെ തന്നെ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കേൾക്കുന്ന ധാരാവി. ഇത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയൊക്കെ പണ്ട് കണ്ടാലും നമ്മൾ ഈ ചേരികളെ കാണുന്നത് അല്ലേ. ആ ചേരികളൊക്കെ മാറിയതിന് ശേഷം അവിടെ വലിയ
ഫ്ലാറ്റുകളൊക്കെ വന്നു. ഇപ്പോൾ നമുക്കറിയാലോ ചെങ്കൽച്ചൂള ആ. ചെങ്കൽച്ചൂള ഒരു ഒരുപാട് കാലത്ത് ശരിക്കും എന്താ പറയുക കോളനികളല്ലേ, അതൊക്കെ മാറി ഫ്ലാറ്റുകൾ വന്നു എന്ന് പറയുന്നത് മുംബൈയും അതിവേഗം വികസനത്തിൻ്റെ പാതയിലേക്ക് വരുന്നു. എന്തിനു പറയുന്നു, കടലിനടിയിൽ കൂടെ പോലും തുരങ്കപാത നിർമ്മിച്ച് അത്രയും വലിയ വികസനം ഉണ്ടാകുന്നു. കടലിന് മേളിൽ കൂടെ വലിയ പാതകൾ നിർമ്മിച്ചുകൊണ്ട് ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നു. അപ്പോൾ മുംബൈ അക്ഷരാർത്ഥത്തിൽ വലിയ വികസനത്തിലേക്ക് കുതിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരങ്ങളാണ്. ആ കരങ്ങൾക്ക് വലിയ പിന്തുണയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകുന്നത്. കാലാകാലങ്ങളായി ഇപ്പോൾ ഈ മുംബൈ, താനെ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വികാരം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ആ ഹിന്ദുത്വ വികാരം ആളി കത്തിച്ചത് ബാൽ താക്കറെ ആയിരുന്നു. ഒരു മറാഠ വികാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മറാത്തികളുടെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ബാൽ താക്കറയുടെ പിൻതലമുറക്കാർ ഏതാണ്ട് പണയം വെച്ചു, അല്ലെങ്കിൽ അടിയറ വെച്ചു എന്ന് പറയാം. അതായത് ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ആളുകളുമായിട്ട് ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി പല ഒത്തുതീർപ്പിനും ഈ ഉദ്ധവ് താക്കറെയൊക്കെ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉദ്ധവ് താക്കറെയും കോൺഗ്രസും NCPയും ഉൾപ്പെടുന്ന സഖ്യത്തെ ജനങ്ങൾ ഏതാണ്ട് കൈവിട്ടത്. മാത്രവുമല്ല, ഈ 288 സീറ്റ് ആകെ ഉള്ളതിൽ തന്നെ വേണമെങ്കിൽ 150-160 സീറ്റിലൊക്കെ BJPക്ക് മത്സരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ അവർ 140 സീറ്റുകൾ മാത്രമാണ് എടുത്തത്. അപ്പോൾ ആ മേഖലയിലുള്ള സീറ്റുകളിലൊക്കെ മത്സരിക്കുകയും അവിടെ മികച്ച വിജയം നേടുകയും ചെയ്തതോടുകൂടി BJP അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയും വേണമെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി അവർ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഫട്നാവിസ് എന്ന് പറയുന്ന BJPയുടെ അടുത്ത തലമുറയിലെ നേതാവ് അങ്ങനെ പറയണം. അപ്പോൾ നമുക്കറിയാം നരേന്ദ്രമോദി, അമിത്ഷാ അല്ലെങ്കിൽ ഈ ഗഡ്കരി എന്നൊക്കെ പറയുന്ന ഒരു തലമുറക്കാരാണ്. അതിനു മുമ്പ് വാജ്പേയി ഉണ്ടായിരുന്നു, LK അദ്വാനി ഉണ്ടായിരുന്നു. അപ്പോൾ തലമുറകൾ ഇങ്ങനെ മാറി വരുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്ന ഒരു യോഗി ആദിത്യനാഥ്, അതുപോലെ ഒരു പേരാണ് ഫട്നാവിസ്, അതുപോലെ ഹെമന്ത ബിശ്വ. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ നേതാക്കൾ ഉയർന്നു വരാൻ BJP ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര മുഴുവൻ ഒരു കാവ്യ പുതപ്പിച്ച നഗരമായി മാറാൻ കഴിയുന്നത്. സത്യത്തിൽ ഇപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കെടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഇത്തവണയാണ്. 65% മുകളിൽ പോളിംഗ് എത്തി. അപ്പോൾ തന്നെ പോളിംഗ് വർദ്ധിച്ചത് BJPക്ക് അനുകൂലമാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു. മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഇരു കൈനീട്ടി ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ഇത്രയും കാലം ശിവസേന കൊണ്ട് നടന്ന ആദർശങ്ങളെ മുഴുവൻ BJP സ്വന്തം പോക്കറ്റിലേക്കാക്കി. മാത്രവുമല്ല, തങ്ങൾ അവിടെ അധികാരത്തിലെത്തുന്നതോടുകൂടി ഇനിയും വലിയ വികസനങ്ങൾ നടത്തുമെന്നും ചേരി നിർമ്മാർജ്ജനം ഉൾപ്പെടെ നടപ്പാക്കി അവിടുത്തെ ജനങ്ങളെ ആധുനിക ലോകത്തേക്ക് നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമെന്നും BJP ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹരിയാനയിൽ BJP വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോൾ EVMനെ കുറ്റം പറഞ്ഞവരാണ് ഇവിടുത്തെ ചില മാപ്രകളും കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പൊ ജാർഖണ്ഡിൽ കോൺഗ്രസ് വിജയിച്ചു. EVMന്റെ ഗതി എന്താണ് ഈ മഹാരാഷ്ട്രയിലും? അതായത് മഹാരാഷ്ട്രയിലെ EVM എല്ലാം കൊള്ളാത്ത EVM-ആണ്, മോശം EVM-ആണ്. അതൊക്കെ ഇനി റിപ്പയർ ചെയ്തെടുക്കണം. പക്ഷേ ജാർഖണ്ഡിൽ നല്ല EVM-ആണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസിനോ CPM-നോ അല്ലാതെ ഇങ്ങനെ EVM-നെ കുറ്റം പറയാൻ പറ്റുമോ? EVM കുറ്റമാണെങ്കിൽ എല്ലായിടത്തും ഇത് BJP ജയിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡ് വിജയിക്കേണ്ട കാര്യമില്ലല്ലോ. മഹാരാഷ്ട്ര പോലെ 288 സീറ്റൊന്നും ഇല്ല, അവിടെ 81 സീറ്റേ ഉള്ളൂ. ആ 81 സീറ്റിൽ കൃത്രിമം കാണിക്കുന്നതിനെക്കാട്ടി എളുപ്പമല്ലേ? അപ്പോൾ തങ്ങൾ പരാജയപ്പെടുന്നിടത്തൊക്കെ EVM മെഷീൻ മോശമാണ്, അതിൽ കൃത്രിമം കാണിക്കും, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. തങ്ങൾ വിജയിച്ച സ്ഥലങ്ങളിലാണെങ്കിൽ അത് വേണ്ട. ഇപ്പോൾ തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് ഏതാണ്ട് 3 ലക്ഷത്തിന് മുകളിലേക്ക് 3,51,000 മേളിലോട്ട് പോയി. അപ്പോൾ അവിടുത്തെ EVM-ന് കുഴപ്പമില്ല. അപ്പോൾ അതും പ്രശ്നം. പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ EVM-ന് പ്രശ്നം ഉറപ്പായിരുന്നു. പാലക്കാട്ട് മാത്രം EVM കുഴപ്പമുണ്ടായിരുന്നു. എന്തായാലും 15,000-ന് മുകളിൽ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയതോടുകൂടി EVM ഓക്കെയാണ്. അപ്പോൾ EVM-നെ കുറ്റം പറയുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വം ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും തിരിച്ചറിയണം. മാത്രമല്ല, ഓരോ സംസ്ഥാനങ്ങളിലും BJPക്ക് ആധിപത്യം കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കാലത്തെങ്കിലും കോൺഗ്രസിൽ അവിടേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നാണ്. നമുക്കറിയാലോ, പണ്ട് മുതലേ കോൺഗ്രസിൻ്റെ ശക്തി ശരത് പവാറൊക്കെ ആയിരുന്നു. ശരത് പവാർ NCP രൂപീകരിച്ചപ്പം വലിയ നേതാവായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ടുവന്നു, സുപ്രിയ സുലെ. അവർ അടുത്ത നേതാവായി വളരുന്നു. അങ്ങനെ NCPക്ക് വലിയ ആധിപത്യം ഉണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കണം എന്നൊക്കെയാണ് കരുതിയത്. അപ്പോൾ NCPയുടെ കാര്യം കഷ്ടത്തിലായി, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കഷ്ടത്തിലായി, കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എന്തായാലും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് സ്വാഭാവികമായും ഈ നരേന്ദ്രമോദി സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുന്നതല്ലേ? നരേന്ദ്രമോദി സർക്കാർ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഇനി ഒരു വരവ് കൂടി ഇന്ത്യ ഭരിക്കാൻ BJP വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മഹാരാഷ്ട്ര വിജയം നമ്മളിലേക്ക് ചൂണ്ടുന്നത് അത് തന്നെയാണ്.